അവനിങ്ങോട്ട് വരാത്തതിന് ഞാൻ ഇറിറ്റേറ്റ് ആയിട്ടിരിക്കെ അപ്പോഴാ ഇവൻ വലിങ്ങേറി വരുന്നത്. ആരെവിടെ ഉണ്ടാവണം, ഏത് സമയത്തുണ്ടാവണം തീരുമാനിക്കുന്നത് നിങ്ങളല്ല. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ? ആക്ച്വലി ആ പരിധി നിങ്ങൾക്കാ വേണ്ടേ. എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാവും. പിന്നെ ഇവിടെ ഒന്നും ശാശ്വതമല്ല. വേണ്ട ധ്രുവ, വേദാന്ത് ഒരു കാര്യവും മറന്നിട്ടില്ലേ. നിന്നെ അവന് ഇഷ്ടമല്ലെന്നറിയാമല്ലോ. വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നീ റിസ്ക് എടുക്കൊന്നും വേണ്ട. ഇന്ന് ഞാൻ അവന്റെ റൂമിലാ ഉള്ളത്. അതിനേക്കാളും വലിയ റിസ്ക് വേറൊന്നുമില്ലല്ലോ. മാറാനായിട്ട് ദൈവം എല്ലാവർക്കും ഒരു അവസരം കൊടുക്കും. ഇത്രയും തെറ്റ് ചെയ്തിട്ടും ദൈവം നിങ്ങൾക്ക് വീണ്ടും ഓരോ ചാൻസ് തരുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നതിനെ നടക്കുമെന്നും രക്ഷപ്പെടാൻ ചാൻസ് കിട്ടുമെന്നും കരുതണ്ട. കാലം എനിക്കും വരും. ഇപ്രാവശ്യം ഞാൻ തന്നെ ജയിക്കും, നോക്കിക്കും. എനിക്ക് 2 കിട്ടിയിട്ടുണ്ട്. ഇനി നിന്റെ ഒന്നിനെ ഞാൻ എടുക്കും. ഓ ഇനി ഒന്ന് അച്ഛാ, അയ്യോ ഇതെന്താ ഇത്? ഇതെന്താ ചൂലൊക്കെ ആയിട്ട്? ആരാ മോന്റെ കയ്യിൽ ചൂല് തന്നത്? ഇവിടെ തൂത്ത് വൃത്തിയാക്കാൻ വന്നതാ. എന്താ മോളെ ഇത്? അവൻ ചോദിച്ചെന്ന് കരുതി അപ്പോഴത്തേക്ക് അവന്റെ കയ്യിൽ ചൂലെടുത്ത് കൊടുക്കുകയാണ്. നിന്റെ തല്ലിൽ കളിമണ്ണാണ്. ആദ്യം ചൂല് വാങ്ങിച്ചിട്ട് പോയിക്കേ. അതിനെന്തിനാ അച്ഛൻ ഇത്രയ്ക്ക് ദേഷ്യപ്പെടുന്നേ? ഞാൻ നേരെ പോയി അമ്മയോട് പറയാം, അച്ഛനുള്ളത് കിട്ടിക്കോളൂ. അച്ഛാ ഞാൻ എത്ര പറഞ്ഞിട്ട് കേട്ടില്ല, ചൂല് വാങ്ങിച്ചു. ചോദിച്ചെന്ന് കരുതി അപ്പോഴത്തേക്ക് ചൂലെടുത്ത് കൊടുക്കുകയാണോ? ഒരു അല്പം പോലും ബോധമുണ്ടോ നിനക്ക്? അയ്യോ അവളെ വഴക്ക് പറയണ്ട. അഞ്ജു വേണ്ടാന്ന് പറഞ്ഞതായിരുന്നു, ഞാനാ നിർബന്ധിച്ചത്. വേറെ ജോലിയൊന്നുമില്ലാതെ ഞാൻ വെറുതെ ഇരിക്കായിരുന്നില്ലേ. എന്നാലും അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു വേദാന്ത്. ഇതിൽ തെറ്റായിട്ടൊന്നുമില്ല അങ്കിൾ, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. ജോലി എനിക്ക് ഇഷ്ടമാണ്. ചേട്ടൻ എന്ത് ചെയ്താലും അച്ഛന് ഗിൽറ്റ് ഫീൽ ഉണ്ടാവും. സോ ഞാനൊരു ചെറിയ പണിഷ്മെന്റ് തരാം, അപ്പൊ ശരിയാവും. അതെ, നിന്റെ തലയ്ക്ക് വലിയ പ്രശ്നമുണ്ടോ? ഇപ്പൊ നടന്നൊന്നും പോരാഞ്ഞിട്ട് ഇനി പണിഷ്മെന്റോ? അയ്യോ അച്ഛാ, നമ്മുടെ കൂടെ കളിക്കുന്നതാ പണിഷ്മെന്റ്. അതിലും വലിയൊരു പണിഷ്മെന്റ് എന്താ ഉള്ളത്? വാ ചേട്ടാ കളിക്കാം. ഇവിടെ ഓരോന്ന് പറയണത് വെച്ച് ചേട്ടൻ ഓരോന്ന് പറയോ? അതൊക്കെ ചേട്ടന് അറിയാവുന്നല്ലേ ചേട്ടാ? അറിയില്ല. ഇത് അത്ര വലിയ റോക്കറ്റ് സയൻസ് അല്ല ചേട്ടാ. വാ ഞാൻ പറഞ്ഞുതരാമല്ലോ. അടിപൊളിയായിരിക്കും. നിങ്ങൾ കളിച്ചോ, ഞാൻ പ്രമിയെ ഭക്ഷണം ഉണ്ടാക്കാനൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. ശരി, അപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ ഇരിക്കേ, ഞാൻ നോക്കി പഠിക്കാം. ചേട്ടാ ഞാനും അഞ്ജു ഇതില് കില്ലാടികളാ. സ്കൂളിലും കോളേജും ഒക്കെ ലീവ് ഉള്ളപ്പോ ഞങ്ങൾക്ക് വേറെ എന്ത് പണിയാ ഉള്ളത്? 3 നേരവും ഇത് തന്നെയാ പണി. എപ്പോഴും ടൈം പാസ് തന്നെയല്ലേ? അയ്യോ അതും മനസ്സിലായില്ലേ ചേട്ടന്? ഓരോന്ന് പറഞ്ഞു തുടങ്ങിയ പിന്നെ എന്താ പറയുന്നറിയില്ല. നിങ്ങൾക്ക് ഇതിൽ എന്തായാലും ഞങ്ങളെ തോപ്പിക്കാൻ പറ്റില്ല കേട്ടോ ചേട്ടാ. വെറുതെ കളിക്കാന്നൊക്കെ തന്നെ. തോറ്റു നോക്കാന്നേ, തോറ്റാലല്ലേ ജയിക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ട് ഞാൻ പഠിച്ചോളാം. എടി കഴുതേ വടി, ടേബിൾ ചെയറും എല്ലാം പെറുക്കിക്കൊണ്ട് വാ. ഞാൻ ഇറങ്ങുക. വീണ്ടും ഇങ്ങനൊരു അവസരം വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ശരിക്കും നന്ദിയുണ്ട് മോളെ. അത് നീ തന്നെ വെച്ചോ. അത് തന്നെ, കൊറേ നാളായിട്ട് ഇങ്ങോട്ട് വരാതിരുന്നപ്പോഴേ അങ്ങ് ഫോർമൽ ആവാൻ നോക്കാവൻ. അതങ്ങനെയല്ല, സംസാരിച്ചു തുടങ്ങിയാ പിന്നെ സംസാരിച്ചോണ്ടിരിക്കും. അതുകൊണ്ടാ ഞാൻ പുറപ്പെടുന്നത്. വന്നപ്പോ മുതൽ പോകുന്ന കാര്യം തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. കഴിക്കാതെ ഒരിടത്തും പോകാൻ പറ്റില്ല. ഇരിക്കും. കഴിക്കാനോ? നോ, എനിക്ക് പോണം. നീ ഇപ്പൊ എവിടെയുള്ളതെന്നറിയോ? ഇത് ആദ്യയുടെ ഓർഡറാ. മര്യാദക്ക് ഇരിക്കും. എന്ത് ഓവർ ആക്ടിങ് ആണ് നീ. നിന്റെ കൂടെ ഇരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് എത്ര വർഷമെന്നറിയോ? അതുകൊണ്ടാ രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പൊ പോകുന്നു, വന്നിരുന്നേ നീ. വാ ഇരിക്കും. ചട്നി വേണോ? എനിക്ക് വേണ്ട. നിനക്ക് വേണോ? വേണ്ട.
കഴിക്കേ. എന്തു പറ്റി ആദ്യ? നീ പിന്നെയും നമ്മുടെ ചെറിയമ്മേനെ പോലെ ഇമോഷണൽ ആവുന്നുണ്ടല്ലോ ഭയങ്കരമായിട്ട്. ഞാനും ധ്രുവയും ഒന്നിച്ച് വളർന്നവരാ. ഞങ്ങൾ ഏതാണ്ട് ട്വിൻസ് പോലെയായിരുന്നു. അവൻ കഴിക്കുമ്പോഴെല്ലാം ആദ്യം എനിക്ക് തന്നിട്ടേ അവൻ തന്നെ കഴിക്കാറുള്ളൂ. ഞാനും മറന്നിട്ടില്ല ആദ്യ. നീ അത് മറന്നിട്ടില്ല, നിന്റെ കണ്ണുകൾ കാണിക്കുന്നുണ്ട്. അല്ല, നമുക്കെന്താ ഇപ്പൊ പണ്ടത്തെ പോലെ ഇരിക്കാൻ പറ്റാത്തെ? അപ്പോഴൊന്നും ഇതുപോലെ അല്ലായിരുന്നു. പക്ഷേ അപ്പൊ ഇതിനേക്കാൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം ഉണ്ട്, പക്ഷെ ഇവ മാത്രമില്ല. ഞാൻ എപ്പോഴും നിന്നെ ഓർക്കും ധ്രുവ. ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചു. കഴിഞ്ഞു. നിങ്ങൾ ഇതിലും എക്സ്പേർട്ട് ആയോ? കളിക്കടി. വേഗം വേഗം വേഗം. ഞാൻ ഈ കാണുന്നതൊക്കെ സത്യമാണോ? എന്റെ കള്ളച്ചെറുക്കൻ ഈ താന്തോന്നികളുടെ കൂടെ ചൗക്കാബാറ് കളിക്കുവാണോ? ഒരു ദിവസം കൊണ്ട് തന്നെ ആൾ ഈ വീട്ടിൽ സെറ്റായ പോലെ ഉണ്ടല്ലോ. നോക്കേച്ച ചേട്ടന് കളിക്കാൻ ഒട്ടും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെയൊക്കെ തോൽപ്പിച്ച് ഇപ്പൊ എത്ര നന്നായിട്ടാ കളിക്കുന്നെന്ന് നോക്കിക്കേ. പടേന്ന് എന്നെ അതിഥി ചേച്ചി ഞാൻ തട്ടിക്കളഞ്ഞു. ആക്ച്വലി ഞാനിത് പണ്ട് അനിയന്മാരുടെ കൂടെ കളിച്ചിട്ടുണ്ട്. അനിയനെ അറിയാം, പക്ഷെ അനിയന്മാരാരാ ചേട്ടാ? അനിയത്തിയെയും അനിയനായിട്ടാണോ കൺസിഡർ ചെയ്യുന്നത്? അത് ആക്ച്വലി ഞാൻ അനിയത്തി എന്ന് പറയാൻ വിട്ടുപോയതായിരുന്നു. മുതുക്കി, ഇതില് നീ എല്ലാരെ കള്ളും കില്ലാടിയാ. നിന്നെ മാത്രം ഈ വീട്ടിലുള്ള ആർക്കും തോപ്പിക്കാൻ പറ്റിയിട്ടില്ല. വാ, നീയും ചേട്ടന്റെ കൂടെ കളിക്കും. ആര് ജയിക്കുമെന്ന് നോക്കാലോ. വേണ്ട വേണ്ട, എനിക്ക് വേറെ ജോലി. ഇതിനെ പേടിത്തൂറി എന്ന് പറയാം. ചേച്ചി പേടിച്ചു, ചേച്ചി പേടിച്ചു, ചേച്ചി പേടിച്ചു, ചേച്ചി അങ്ങനെ പേടിച്ചു, ചേച്ചി അങ്ങനെ പേടിച്ചു. വെറുതെ ലുക്ക് കൊടുത്തിട്ട് സ്കെച്ച് ഇടുന്ന ആളാ ഞാൻ. അങ്ങനെയുള്ളപ്പോ എന്റെ അടുത്ത് മത്സരിക്കാൻ വന്ന വെറുതെ വിടുന്ന ചാൻസേ ഇല്ല. അപ്പൊ ചാലഞ്ച്. മദറിന്റെ ഇത് ആരാ നോക്കിയേ? അവൻ ഈ സമയം തന്നെ വീട്ടിലേക്ക് വരുന്നത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ധ്രുവ, നിനക്ക് സുഖമാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കോ? ഇതാരാ ആന്റി? ധ്രുവ, എന്തായാലും വന്നതല്ലേ, വയറ് നിറച്ച് കഴിച്ചിട്ടേ ഇവിടുന്ന് പോകാവൂ. അവസാനം എങ്ങനെ ഇരിക്കും എവിടെ ഇരിക്കും എന്നൊക്കെ ആർക്കറിയാം. ഞാനിപ്പോ ഉള്ള വീട്ടിൽ എന്നെ നന്നായി നോക്കുന്നുണ്ട്. അവിടെ എനിക്കൊരു പ്രശ്നവും ഇല്ല. എന്നെ പോലെ ഒരാൾക്ക് കിടക്കാൻ സ്ഥലവും സമാധാനവും തരുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. നിനക്ക് നല്ല മനസ്സുള്ളതുകൊണ്ട് മോശം കാര്യങ്ങളൊന്നും നടക്കാൻ ചാൻസ് ഇല്ല ധ്രുവ. പക്ഷേ നീ ഒരുപാട് ദൂരമുള്ളപ്പോ മനസ്സിന് വല്ലാത്ത വിഷമോ.
ദൂരം ഉണ്ടെങ്കിലാണ് സ്നേഹം കൂടുന്നത്. അതുപോലെ നമ്മുടെയൊക്കെ ബന്ധങ്ങളും. എത്രയോ പ്രാവശ്യം അടുത്തുള്ളപ്പോഴാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം. അത് എത്രയും പെട്ടെന്നാവട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അന്ത്യം എല്ലാത്തിനും ഉണ്ടാകും ആദ്യം. പക്ഷെ അത് ഹാപ്പി എൻഡിങ് ആകുന്നതാ നല്ലത്. അങ്ങനെ നടക്കണമെങ്കിൽ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ സംഭവിച്ചു. വെറുതെ ടെൻഷൻ ആവണ്ട. കാലം തന്നെ എല്ലാത്തിനും ഉത്തരം തരും. വിക്കി, ഫുഡ് കഴിച്ചിട്ട് വേഗം ഇറങ്ങാൻ നോക്ക്. വേദാന്തനെ നീ വിളിച്ചോണ്ട് വരണം. അയ്യോ, രണ്ടുപേരും ഈക്വലാ. ഇപ്പൊ കളിയുടെ അവസാന സ്റ്റേജിലെത്തി. അയ്യോ, എനിക്ക് ടെൻഷൻ ആവുന്നു. ഒന്ന് വേർതെ ഇരിക്ക് കഴുതകളെ. എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിങ്ങൾ രണ്ടുപേരും ഞാൻ കടിച്ചു തിന്നും. എല്ലാവരെയും കാണാൻ ഭ്രാന്തന്മാരെ പോലെയുണ്ട്. ഈ കളിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറ്റിയ അവരെന്തായാലും എന്നെ തന്നെ കടിച്ചു തിന്നുവെന്നാ തോന്നുന്നത്. ഹായ് ചേട്ടാ. എടോ സുമേഷ്, ഇതെന്ത് വേഷം അത്? സ്മോൾ ബോസേ, കളി ഫുള്ള് സീരിയസ് ആയിരിക്കുക. എല്ലാവരും ടെൻഷനിലാ ഉള്ളത്. ഈ ബിഗ് ബോസ് നിങ്ങൾക്ക് ഹായ് പറഞ്ഞത് തന്നെ വലിയ കാര്യമാണ്. വന്നേ, ഒന്ന് വേഗം വന്നടോ. ഏയ്, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നേ? ചേട്ടൻ മുണ്ട് ബനിയൻ തോർത്ത് ഇതൊന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ വേഷം മാത്രമാ കണ്ടത്. ഞാൻ അവതാരവും കണ്ടു കഴിഞ്ഞു. ഈ പ്രേമം തലക്കുടിച്ച് ഇനി എന്തൊക്കെ ചെയ്യന്തോ. വന്നേ. അയ്യോ, ഒന്ന് വെറുതെ ഇരിക്കുന്ന സ്മോൾ ബോസേ. എല്ലാവരും നല്ല ദേഷ്യത്തിലാ. ഇന്നത്തെ മുണ്ടിന്റെ മാറ്റർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. മുണ്ടിന്റെ മാറ്ററാ? അതെന്താ? അയ്യോ, അതൊന്നും ഇല്ല, എന്നെ വിട്ടേ. ചുമ്മാ നീ ഇങ്ങനെ പേടിക്കല്ലേ. സ്മോൾ ബോസ്, എല്ലാവരും ഭ്രാന്തന്മാരെ പോലെയാ. നമ്മളെങ്ങാനും അകത്തേക്ക് പോയാ നമ്മളെ അവര് കടിച്ച് തിന്നും. അറിയോ? ഞാനില്ലേ കൂടെ? വന്നേ, അയ്യോ, വന്നേ, മുന്നേറ്. ഞാൻ വരുന്നില്ല. രണ്ടുപേരും ഈക്വൽ ആയിട്ടാ നിക്കുന്നേ. അയ്യോ, ഒന്നിട് മുതുക്കി, ഒന്നെടുക്ക്. ഒന്ന്. വേദാന്തേട്ടൻ ജയിക്കാൻ പാടില്ല. വേദാന്തേട്ടൻ ജയിക്കാൻ പാടില്ല. മുതുക്കി, ഒന്നിട്. ഒന്ന്. അയ്യോ, വീട്ടിലെ മുതുക്കി, ഒന്നിട്. വേദാന്തേട്ടൻ ജയിക്കാൻ പാടില്ല. വേദാന്തേട്ടൻ ജയിക്കാൻ പാടില്ല. ഒന്ന് വീഴല്ലേ. മുതുക്കി, ഒന്നിട്. പ്ലീസ് വീഴണേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞങ്ങളെന്ന് വെച്ചാൽ എന്താ തമാശയാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്റെ ചേച്ചി ഇതില് കില്ലാടിയാണെന്ന്. വെറുതെ ഗെയിം കളിക്കുന്നതിൽ മാത്രമല്ല, നിന്റെ ചേച്ചി ആളെ വളയ്ക്കുന്നതിലും എക്സ്പെർട്ട്. പാവം എന്റെ ബോസിനെ പോലും വെറുതെ വിട്ടില്ല. കളിക്കാനിറങ്ങിയ വെറും കൈയോടെ തിരിച്ചു പോകുന്ന മകളല്ല ഞാൻ. എല്ലാരും സമാധാനായിട്ടിരിക്കേ. വേറെ ഒരു കളി ജയിച്ചെന്നും പറഞ്ഞ് ലോകം കീഴടക്കുന്നൊന്നും വിചാരിക്കണ്ട. അമ്മ ചേച്ചി ചതുരക്കളിയിൽ തോറ്റ ചരിത്രമേ ഇല്ല. ഇപ്പോഴാണെങ്കിൽ ഇനി തോൽപ്പിക്കാനും പറ്റില്ലെന്ന് പ്രൂവായി. നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഇവിടെ ലക്കില് ജയിച്ചതാ. ഒരു ചാൻസ് കൂടെ താ, ഞാൻ ജയിച്ചു കാണിച്ചുതരാം. അല്ല പിന്നെ, എന്റെ ബോസ് അങ്ങനെ ആരുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്ന പ്രശ്നമില്ല. തോറ്റ ശേഷം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പെൺകുട്ടികൾ സ്ട്രോങ് ആണെന്ന് സമ്മതിച്ചാ മതി. ഞാൻ സമ്മതിക്കില്ല. അമൂല്യെ കൊണ്ട് പറ്റുന്ന, എന്നെ കൊണ്ട് കഴിയാത്ത ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറ. എന്നിട്ട് തീരുമാനിക്കേ, ആണാണോ പെണ്ണാണോ വലുതെന്ന്. ആണോ? ഇത് വാക്കാണോ?
അയ്യോ എന്താണെന്ന് ഒന്നുകൂടെ പറയ്. അതെന്താണെങ്കിലും പറയ്. എന്റെ ബോസ് എല്ലാവരെയും പുഷ്പം പോലെ തോപ്പിച്ച് ജയിച്ചു നിൽക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയോ? ഇപ്പൊ എന്നാ വേണ്ടത്? ചേട്ടൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളാണ് സ്ട്രോങ് എന്ന് നിങ്ങൾ സമ്മതിക്കോ? അങ്ങനെയാണെങ്കിൽ ഡീൽ. ശരി ചേട്ടാ, ഡീൽ. കാണാലോ. ആന്റി, ഞാൻ ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ട്. ആരാ ഇത്? എന്റെ ജീവിതത്തിൽ ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത കറുത്ത പുള്ളിയത്. ബർത്ത്ഡേ ആയിട്ട് വേദാന്ത് വീട്ടിലേക്ക് വന്നില്ലല്ലോ എന്നുള്ള ടെൻഷനിലിരിക്കുമ്പോഴാ ആ ഇഡിയറ്റ് ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നിരിക്കുന്നത്. കറുത്ത പുള്ളിയോ? അങ്ങനെ വെച്ചാ ആന്റിക്ക് അവനെ ഇഷ്ടമല്ലേ? അവന്റെ പേര് പറയുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. പിന്നെന്തിനാ അത്രയും നന്നായി ആന്റി സംസാരിച്ച്? സാഹിത്യ, ആവശ്യമില്ലാത്ത ഒന്നും അന്വേഷിക്കണ്ട. ചുമ്മാ ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചതാ. ഒരളവിൽ കൂടുതൽ ക്യൂരിയോസിറ്റി ഒരിക്കലും നല്ലതല്ല. എനിക്ക് ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ എല്ലാവരുടെ മുമ്പിലും പെരുമാറിയതും ഇപ്പൊ സംസാരിക്കുന്നതും വേറെയാണ്. അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആയി, അത്ര തന്നെ. നിനക്ക് കൺവിൻസ് ആവണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. പക്ഷേ നീ കൺവിൻസ് ചെയ്യുന്നതിൽ തോൽക്കാനും പാടില്ല. കൺവിൻസ് ചെയ്യാനോ? ആരെ ആന്റി? വേദാന്തിനെ ഫോൺ വിളിച്ചിട്ട് വിക്കിയുടെ കൂടി ഇങ്ങോട്ട് വരാൻ പറ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ അവിടെ പോയി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഐ ട്രൈ ചെയ്യാമെന്നൊന്നും കേൾക്കണ്ട. യു ഹാവ് ടു. വേറെ ആരെങ്കിലും ആണെങ്കിൽ ആദ്യമേ ഞാൻ കൺഫർമേഷൻ തരാമായിരുന്നു. പക്ഷെ ഇത് വേദാന്ത് മേനോനാ. അവൻ ആന്റിയുടെ വാക്കുകൾക്ക് പോലും വില തരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഇതെന്താ മെഷീൻ കണ്ണാണോ? ഈ സ്റ്റെപ്പ് എന്താ ഓണാവാത്തെ? ഞാൻ ഇപ്പൊ തന്നെ 2 മാച്ച് ബോക്സാ തീർത്തത്. പക്ഷെ അത് ഇപ്പോഴെങ്ങാനും ഓണാവുന്ന ലക്ഷണമില്ല. നീ ഒറ്റൊരുത്ത കാരനാ ഡീല് വെച്ചത്. ഡീലാണെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ചേട്ടാ. നിക്ക് ഒരു 5 മിനിറ്റ്, ഇത് ഇപ്പൊ തന്നെ ഓണാക്കാം. മോശം. ഓ, നിങ്ങൾ ഇതുവരെ തീ പോലും കത്തിച്ചില്ലേ? കേടായ സ്റ്റവും തന്നിട്ട് ഇത് ഓണാവുന്നില്ല. ഡീല് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയായ സാധനങ്ങളാണ് തരേണ്ടത്. ഇതുപോലത്തെ അല്ല. ആഹാ, ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് സ്റ്റൗ ഓൺ ചെയ്യുന്നതിന് മുമ്പേ ഗ്യാസ് ഓൺ ചെയ്യണമെന്ന് കോമൺ സെൻസ് വേണം. ഇനി അത് ഓണാക്കി കത്തി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഏട്ടാ, ഗ്യാസിന് ഓണാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഇപ്പൊ നോക്കി, ഇപ്പൊ തന്നെ ഓണാക്കി കാണിച്ചു തരാം. ഓക്കേ ബോയ്സ്, എൻജോയ്. അവളുടെ മുന്നിൽ ആളാവുന്ന. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് തോൽക്കാൻ ഇഷ്ടമല്ലടാ. നമ്മൾ ഈ ഡീല് ജയിച്ചേ പറ്റൂ.
യുദ്ധത്തില് രാമന്റെ കൂടെ ലക്ഷ്മണൻ ഉണ്ടായതുകൊണ്ടാ രാമൻ ജയിച്ചു തന്നെ. ഈ ഞാൻ കൂടെയുള്ളപ്പോ ചേട്ടൻ തോക്കുന്ന കാര്യം പേടിക്കണേട്ടാ.